പ്രിയപ്പെട്ടവരെ, ഒരു അച്ഛൻ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കുന്നു. അതായത് പാർട്ടിക്ക് വേണ്ടി ജീവിച്ചയാളാണ് എൻ്റെ മകൻ. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഡിവൈഎഫ്ഐ നേതാവ് ജോയലിൻ്റെ പിതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം പറയുന്നു, താൻ പറയുന്നത് തെറ്റാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ മുഖ്യമന്ത്രി ഉത്തരവിടണമെന്നും ജോയിക്കുട്ടി പറയുകയാണ്. അതായത് അടൂരിലാണ് സംഭവം. പത്തനംതിട്ടയിലെ അടൂരിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ജോയലിൻ്റെ മരണം ഹൃദയാഘാതം മൂലമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെയാണ് അച്ഛനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പച്ചക്കള്ളം എന്ന് പിതാവ് ജോയിക്കുട്ടി പറയുമ്പോൾ, പോലീസ് റിപ്പോർട്ട് കണ്ടു മാത്രമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇടതുഭരണം നടക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വിടണമെന്നും ജോയിക്കുട്ടി പറഞ്ഞു വെക്കുകയാണ്. സ്വന്തം പാർട്ടിക്കാരൻ്റെ അച്ഛൻ പോലും മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടുകയാണ് പച്ചക്കള്ളം എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ പരാതിയിൽ പോലീസുകാർക്ക് അനുകൂലമായിട്ടാകും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക. അതാണ് മുഖ്യമന്ത്രി വായിച്ചത്. പാർട്ടിക്ക് വേണ്ടി ജീവിച്ച അവന് വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാണ് അതിൽ അന്വേഷണം നടത്തേണ്ടത് എന്ന് അച്ഛൻ പറയുകയാണ്. ജോയലിൻ്റെ പിതാവായ ഞാൻ പറയുന്നത് തെറ്റ് ആണ് എങ്കിൽ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ മുഖ്യമന്ത്രി ഉത്തരവിടണം. കുറ്റക്കാരായ പോലീസിനെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരണം. 6 വയസ്സ് മുതൽ 26 വയസ്സ് വരെ അവൻ പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്, പിതാക്കൾക്ക് വേണ്ടിയല്ല എന്ന് ജോയിക്കുട്ടി പറയുകയാണ്. അതായത് സ്വന്തം മകൻ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. ആ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച മകന് പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രൂരമായ മർദ്ദനം ലഭ്യമായിട്ടുണ്ട്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന് മാത്രമല്ല, ഡിവൈഎഫ്ഐയുടെ നേതാവിന് പോലും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഒരു പിതാവ്, ആ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവനായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയല്ല അവൻ ജീവിച്ചത്, ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോലും പാടില്ലാത്ത ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വേദനയെ, അമർഷത്തെ മുഖ്യമന്ത്രിയോട് അവർ പറയാണ്, ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങളത് പുറത്ത് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളാണ് എടുക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒരു പിതാവ്. ഇതിൽ CPM-കാരനോ അല്ലെങ്കിൽ DYFI-കാരനോ എന്തെങ്കിലും പറയാനുണ്ടോ? പാർട്ടി എന്താണ് പറയുക എന്നുള്ളതാണ് പൊതുസമൂഹം നോക്കി നിൽക്കുന്നത്. കാരണം അത് പുറത്ത് വരേണ്ടതുണ്ട്. ആ CCTV ദൃശ്യങ്ങളെ പുറത്ത് വന്നുകൊണ്ട് ഗുരുതരമായ ആ പിതാവിൻ്റെ ആരോപണത്തെ മുഖ്യമന്ത്രി തന്നെ അന്വേഷിക്കണമെന്ന് പിതാവ് പറഞ്ഞു വെക്കുമ്പോൾ അതിനോട് എങ്ങനെയാണ് മുഖം തിരിച്ച് നടക്കാൻ സാധിക്കുക എന്നുള്ളത് കൂടി പൊതുസമൂഹം നോക്കിക്കാണുകയാണ്. അവിടെയും ഒരു DYFI-കാരന് പോലും ഇവിടെ രക്ഷയില്ല എങ്കിൽ ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് എന്തായിരിക്കും ഈ CPM-ൻ്റെ ഭരണത്തിൽ രക്ഷ എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമായിട്ടാണ് ഇത്തരം ഒരു ചോദ്യത്തെ ജോയിക്കുട്ടി പൊതുസമൂഹത്തെ സാക്ഷിയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. CPM നേതാക്കളുടെ നിർദ്ദേശപ്രകാരം DYFI മേഖലാ സെക്രട്ടറി അടൂർ പോലീസ് ഇടിച്ചു കൊന്നു എന്ന കുടുംബത്തിൻ്റെ ആരോപണം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ജോയൽ ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെങ്കിലും അതിന് കാരണമായത് പോലീസിൻ്റെ മർദ്ദനമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. 2020 ജനുവരി 1 പോലീസ് മർദ്ദനമേറ്റ നെല്ലിമുകൾ കൊച്ചുമുകൾ ജോയൽ 4 മാസത്തിന് ശേഷം മെയ് 22 മരിക്കുന്നത്. അതേസമയം കൊല്ലം കണ്ണനെല്ലൂർ സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റെന്ന CPM ലോക്കൽ സെക്രട്ടറിയുടെ പരാതിയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാദം തെറ്റാണ് എന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യവുമായിട്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ശരിക്കും ഇതിന് രംഗത്തെത്തേണ്ടത് DYFI-കാരനാണ്, CPM-കാരനാണ്, പാർട്ടിയാണ് രംഗത്തേക്ക് വരേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയതിന് സജീവിനെതിരെ കേസുണ്ടെന്ന് ആയിരുന്നു അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ സജീവിനെതിരായി കണ്ണനല്ലൂർ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയും വെച്ചുകൊണ്ടാണ് അതിനെതിരെയൊക്കെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വരുന്നത്. ഏതായാലും സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ ഒരു DYFI-കാരൻ്റെ ദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ച് സ്വന്തം പിതാവ് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി, സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറയുന്നത് പച്ചക്കള്ളമാണ്, ഒരിക്കലും പാടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും DYFI-കാരൻ്റെയും CPM-കാരൻ്റെയും ഒക്കെ ഈ ഒരു വിഷയത്തിലെ ഇടപെടൽ, പ്രതികരണം എന്ന് നോക്കിക്കാണുകയാണ് കേരള സമൂഹം. കാത്തിരുന്ന് കാണാം. നിർത്തുന്നു. നന്ദി.